ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ്. ഇന്തോനേഷ്യയിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ മലേഷ്യയിലോട്ടാണ് പോയത്, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇന്തോനേഷ്യയിലോട്ടാണ്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നത് അച്ഛനും പിന്നെ നമ്മുടെ കസിൻ ബ്രദർ വിശാഖുമാണ്. അവരോട് രണ്ടുപേരെടുത്തും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ എയർപോർട്ടിന്റെ അകത്തോട്ട് കയറി കേട്ടോ. ഇന്തോനേഷ്യയിലോട്ടാണ് പോകുന്നതെന്ന് കേട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു കാണും ബാലിയിലോട്ടാണെന്നല്ലേ. പക്ഷെ ബാലിയിലോട്ടല്ല കേട്ടോ നമ്മൾ പോകുന്നത് ഇന്തോനേഷ്യയുടെ കുറച്ചുകൂടെ കൺട്രി സൈഡിലോട്ടാണ്. അതൊക്കെ നമ്മുടെ ഇനി വരും വീഡിയോസിൽ കാണാം കേട്ടോ. രാത്രി 11 മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ്. മോൻ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ അപ്പോഴേ ഉറങ്ങും. അതുകൊണ്ട് മോനുള്ള ഫുഡ് ഒരു സാൻഡ്വിച്ച് വാങ്ങിക്കാണ്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയത്. ഞങ്ങൾക്ക് ലേവർ ഉണ്ടായിരുന്നേ. അപ്പോൾ ട്രിവാൻഡ്രം ടു സിംഗപ്പൂർ, സിംഗപ്പൂർ ടു ഇന്തോനേഷ്യ. അപ്പോൾ ഇന്തോനേഷ്യയിൽ ഞങ്ങൾ ജക്കാർത്ത എയർപോർട്ടിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് സിംഗപ്പൂരിലേക്കാണ്, ട്രിവാൻഡ്രം ടു സിംഗപ്പൂർ. ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ നല്ല ഉറക്കമായി. അവനുള്ള ഫുഡ് നേരത്തെ കൊടുത്തായിരുന്നു. നമുക്ക് പിന്നീട് ആ ഫുഡ് വന്നത്. ദഹി കറിയും റൈസും ആയിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചത്. പിന്നെ കോള ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബ്രൗണി ക്രാക്കറും ഉണ്ടായിരുന്നു, അതും കഴിച്ചു. നല്ലായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലോണം കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മൾ എവിടെ എത്തി? സിംഗപ്പൂർ എത്തി. ഇതാണ് സിംഗപ്പൂർ എയർപോർട്ട്. അങ്ങനെ നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിൽ നമുക്ക് ലേവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സിംഗപ്പൂർ എയർലൈൻസിലാണ് നമ്മൾ ഇനി അടുത്ത ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഇന്തോനേഷ്യയിലോട്ട് പോകുന്നത്. സിംഗപ്പൂർ എയർപോർട്ട് അങ്ങനെ അടിപൊളിയാണെന്ന് ഒത്തിരി പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനുള്ള എക്സൈറ്റ്മെന്റ് ആണ് നമ്മൾ പോകുന്നത്. നമുക്ക് ലേഔർ ടൈം കുറവായതുകൊണ്ട് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ നോക്കിക്കുക, ഇതൊക്കെ ഫുള്ള് ഒറിജിനൽ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഒറിജിനൽ പ്ലാന്റ്സ് വെച്ചിട്ട് അവർ ഭയങ്കര മനോഹരമാക്കിയിട്ടുണ്ട്. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. This is Singapore Airport. Singapore Airport പ്രത്യേകത അറിയാം. It is very nature friendly. ഒരുപാട് ചെടികളും മരങ്ങളും അതാണ് അക്വേറിയം ഒക്കെ നാച്ചുറലി കണ്ടോ. അതിനകത്ത് അരുവികൾ പോലെ ഒഴുകി വന്ന് അതിൽ നിന്ന് ഒരു ചെറിയ പോണ്ട് പോലെ ആയിട്ട് അതിൽ മീനൊക്കെ വളർത്തി നല്ല രസമാണ്. അമ്പുട്ടി ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഉള്ള സിംഗപ്പൂർ എയർപോർട്ടിലെ ടെർമിനൽ 1 കേട്ടോ. അപ്പം നമുക്കിനി പോകാനുള്ളത് ടെർമിനൽ 2 നമുക്ക് അവിടെ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് പിടിക്കാനുള്ളത്. അപ്പോൾ ടൈം കുറവായതുകൊണ്ട് നേരെ നമ്മൾ സ്കൈ ട്രെയിനിൽ കയറി ടെർമിനൽ 2 പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അവിടെ. അപ്പോൾ നമ്മുടെ സ്കൈ ട്രെയിൻ വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ടെർമിനൽ 2 ഒരുപാട് നമുക്ക് ഈ സിംഗപ്പൂർ എയർപോർട്ടിൽ കാണാനുണ്ട്. പക്ഷെ നമുക്ക് ടൈം കുറവായതുകൊണ്ട് ഒത്തിരി ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പം നമുക്ക് പോകുന്ന വഴിയിലുള്ളതൊക്കെ മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അകത്തൊക്കെ. നമുക്ക് കുറച്ച് നേരം ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലൈറ്റൊക്കെ പോകുന്നതും ഒക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ വീണ്ടും കയറുകയാണ് കേട്ടോ. കിടക്കും നമ്മുടെ സിംഗപ്പൂർ എയർലൈൻസ്. നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് നേരെ ഇന്തോനേഷ്യയിലോട്ടാണ് പോകുന്നത്.
വീട്ടിലെപ്പോഴും കുട്ടികൾക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഓർഡറൊക്കെ എടുത്തു. അവനുള്ള ഫുഡും കൊണ്ടുവന്നു. അപ്പോൾ മോൻ ഓർഡർ ചെയ്തത് സോസേജിൻ്റെ ആണ് കേട്ടോ. സോസേജ് റൈസാണ്. എഗ്ഗ് സോസേജ് റൈസും ഒക്കെ വെച്ചിട്ട് ഉള്ളതാണ്. അപ്പോൾ നല്ല ചൂടായിരുന്നു കൊണ്ടുവന്ന സമയത്ത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അത്. ഇങ്ങനെ നമ്മുടെ ഫുഡും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് റൈസും പ്രോൺസും ആണ് കേട്ടോ. ഇതാണ് ഐറ്റം. ഇതിൻ്റെ അകത്ത് റൈസ്, പ്രോൺസ്, പിന്നെ കുറച്ച് ഗ്രേവി കൈൻഡ് ഓഫ് അങ്ങനെ എന്തോ സാധനമുണ്ട്. പിന്നെ നമുക്ക് ബ്രെഡ്, യോഗട്ട്, പിന്നെ എന്താ കോഫി ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. ചേട്ടനും മോനും ചൂസ് ചെയ്തത് സെയിം തന്നെയാണ് കേട്ടോ. റൈസും സോസേജ് ഗ്രേവിയും. പിന്നെ എല്ലാത്തിനോടൊപ്പം നമുക്ക് യോഗട്ടും ബ്രെഡും മിൽക്കൊക്കെ നമുക്ക് കൂടെ കിട്ടും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സിംഗപ്പൂർ എയർലൈൻസിലെ ഫുഡ്. പ്രോൺസ് വിത്ത് റൈസും സോസേജ് വിത്ത് റൈസും ഒക്കെ നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളൊരു ലോങ് ട്രിപ്പിന് ശേഷം ഇന്തോനേഷ്യ എത്തിയൊക്കെയാണ്. അപ്പോൾ ജക്കാർട്ട എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്തോനേഷ്യൻ എയർപോർട്ട്. ഇതാണ് ഇന്തോനേഷ്യയിലെ ജക്കാർട്ട ഇന്റർനാഷണൽ എയർപോർട്ട് കേട്ടോ. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആണ്, നല്ല ഗ്രീനറി ആണ് കാണാൻ. ചേട്ടൻ്റെ ഒരു കൊളീഗ് ഇന്തോനേഷ്യക്കാരനാണ് കേട്ടോ. ഫാൽദി എന്ന പേര്. അപ്പോൾ ഫാൽദിയാണ് നമ്മളെ മെയിനായിട്ട് ഇന്തോനേഷ്യയിൽ വരണമെന്നും പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടത് തന്നെ. അപ്പോൾ ചേട്ടൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള വേറെയും കുറച്ച് പേരൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദറും പിന്നെ അവരുടെ വെക്കേഷനൊക്കെ ഒന്ന് ആഘോഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിപ്പ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാൽദിയാണ് നമ്മൾ ഇന്തോനേഷ്യ ഫുള്ള് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ ഫാൽദി ആണ് നമ്മുടെ പിക്കപ്പ് ചെയ്യാൻ വന്നത്. ഫാൽദിയുടെ കൂടെ നമ്മൾ പോവുകയാണ് കേട്ടോ. ഇത് ജക്കാർട്ട സിറ്റിയാണേ. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഹോട്ടൽ റൂമിലോട്ടാണ് കേട്ടോ. ഹോളിഡേ ഇൻ എക്സ്പ്രസ്സിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. നല്ല കോസി ആയിട്ടുള്ളൊരു നല്ല റൂമായിരുന്നു.
സൂസിയും ചേട്ടൻ്റെ ഒരു കൊളീഗാണ്. ഇപ്പൊ കുറേ നാൾ കാണാതിരുന്നതിന്റെ കണ്ടതിന്റെ ഒരു സന്തോഷമാണ് രണ്ടുപേരുടെ മുഖത്ത്. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നോണ്ട് ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് റൂമിൽ റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേക്കാണ് അങ്ങ് പുറത്തോട്ടൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചത്. ഇവിടെ ആക്ച്വലി ഒരു 5 മണിയാകുമ്പോഴത്തേക്കും നല്ല സന്ധ്യയാവും കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു 6:30 ആവുന്നത് പോലെ ഇവിടുത്തെ 5 മണിയാകുമ്പോഴത്തേക്കും സന്ധ്യയാവും. പിന്നെ പെട്ടെന്ന് അങ്ങ് നല്ല ഇരുട്ടാവും. ഇതിപ്പോ ചിലപ്പോ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു 10 മണി ഒരു എഫക്റ്റ് ആണ് കിട്ടുക. അപ്പൊ ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോയി. ഒരുവിധപ്പെട്ട ഷോപ്സ് എല്ലാം ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും ക്ലോസ് ആക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ മതിയാക്കിയിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത്. നമ്മുടെ കൂടെ സൂസി, ഫാൽദിയുടെ സിസ്റ്റർ ലിയോണി, പിന്നെ ചേട്ടനും മോനും ഞാനും കൂടെയാണ് ഫുഡ് കഴിക്കാൻ പോയത് കേട്ടോ. അങ്ങനെ കുറച്ച് ഇന്തോനേഷ്യൻ സീ ഫുഡ് വെറൈറ്റീസ് ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നത് ഇങ്ങനെ ഒരു ഇലയിൽ ഉണ്ടാക്കിയിട്ടൊരു സാധനമായിരുന്നു. അപ്പോൾ അതിൽ ഫിഷാണ് മെയിനായിട്ടുള്ളത്. ഫിഷ് ഇങ്ങനെ അട പോലെ ഉണ്ടാക്കിയിട്ട് ഇലയിൽ പൊതിഞ്ഞ് അത് പൊള്ളിച്ചെടുത്തതാണ്. ഇത് കാണാൻ നമ്മുടെ ഇലയട പോലെയൊക്കെ ഇരിക്കുമെങ്കിലും അത് ആ ടേസ്റ്റ് ഒന്നും അല്ല, സ്വീറ്റ് അല്ല. അത് ഫിഷിന്റെ ടേസ്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഉള്ളത് കേട്ടോ. ഇതേ സെയിം ആയിട്ട് ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സെയിം ടേസ്റ്റ് തന്നെ, വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെയായിരുന്നു. What's the name? What is this name? Otak. Okay. Otak and peanut sauce. നമ്മുടെ അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്. ഇത് ബീൻസ് സ്പ്രൗട്ട് ആണ്. അപ്പോൾ ഈ ബീൻസ് ഇങ്ങനെ കുരുപ്പിച്ചിട്ട് അത് അവരെന്തൊക്കെയോ സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് കൊണ്ടുവന്ന വേറൊരു ഡിഷാണ്. കുടിക്കാൻ നമ്മളെല്ലാവരും ലെമണേഡ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. അവിടുത്തെ ലെമണേഡ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നേ. അടുത്ത് നമ്മൾ ഓർഡർ ചെയ്തത് ഗ്രിൽഡ് ഫിഷ് ആണ്. ഇതാണ് ഐറ്റം കേട്ടോ. ഇത് ഗ്രിൽഡ് ചെയ്ത ഫിഷിന്റെ കൂടെ ഒരു സോസും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഗ്രിൽഡ് ഫിഷ് ആ സോസിൽ മുക്കി കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കൂടെ റൈസാണ് പറഞ്ഞത്. അപ്പോൾ റൈസിന്റെ കൂടെ ആയിരുന്നു അതൊക്കെ കഴിച്ചത്. നന്നായിട്ടുണ്ടായിരുന്നു ഫുഡ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള കാഴ്ച. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് ഡേ ഇന്തോനേഷ്യ ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, സ്റ്റേ ട്യൂൺഡ്.